പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ അവലംബിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന അളിച്ചത് കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിച്ച സമാധാനം കർത്താവെ. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവരിലേക്ക് അനുഭവിക്കുന്ന അളിച്ചത് കർത്താവെ. ഈ സമാധാനം എല്ലാവരും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ആശങ്കകളാൽ
രോഗങ്ങളാൽ, രോഗക്ലേശങ്ങളാൽ, രോഗഭാരങ്ങളാൽ, സാമ്പത്തിക കടങ്ങളാൽ, കുടുംബത്തിൻ്റെ ഭാഗങ്ങളാൽ, കേസുകളാൽ, അന്യായങ്ങളാൽ, വസ്തുവകൾ തർക്കങ്ങളാൽ, ജപ്തി നടപടികളാൽ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളാൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകളാൽ ഞെരിപിരി കൊള്ളുന്നവർ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തപരമായി തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്നു. എങ്ങനെ 10 പൈസ എവിടുന്ന് കിട്ടുമെന്നറിയാതെ നട്ടം തിരിയുന്നവരുണ്ട് കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ. അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ്, വിവാഹം ഒത്തുവരുന്ന വിവാഹം നടത്തിയെടുക്കാൻ പണമില്ലാത്തവർ, ബന്ധുക്കളെ സ്വന്തപ്പെട്ട് സഹായിക്കാത്തവർ. ഒരു പെൺകുഞ്ഞിനോട് പറഞ്ഞു, അപ്പനും അമ്മയും ഡൈവേഴ്സിലാണ് അച്ഛാ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല, എന്നെ കെട്ടിച്ചു കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ കുറേ നേരം ആൾക്കാരെ അത് കേട്ടുവന്നുകൊണ്ട് വിഷമത്തോടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ അവൾ മാത്രമല്ല, എത്രയോ പേരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് സന്ധിക്കണം. ഈ കുരിശ് ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കണത് അവർക്ക് വേണ്ടി കൂടിയാണ് അമ്മേ. ഇന്നോടുകൂടി ഇന്ന് 3 മണിക്കുള്ളിൽ അതിന് തീരുമാനം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും ആമേൻ. ദൈവരാജ്യത്തിലെ വലിയവരുണ്ട് ചെറിയവരുണ്ടെന്നൊക്കെ പറയത്തില്ലേ? മത്തായിയുടെ സുവിശേഷം 5:19 ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. എപ്പോഴും. പക്ഷെ ഒരു പ്രശ്നം പഠിപ്പിക്കുന്നവന് അതനുസരിച്ചിരിക്കണവൻ. അതാണ് എൻ്റെ അകത്ത് വരുന്ന വെല്ലുവിളി, അതാണ് ചാലഞ്ച്. അതാണ് സ്വർഗരാജ്യത്തെ വലിയവനെന്ന് പറയുമ്പോൾ അയാളത് അനുസരിക്കുകയും ചെയ്യും, അനുസരിക്കണത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ ദൈവരാജ്യം പറയുന്നത്, അപ്പോൾ സിംഗിൾ സ്റ്റാർ വന്ന്, ഡബിൾ സ്റ്റാർ വന്ന്, ട്രിപ്പിൾ സ്റ്റാർ വന്ന്, കണ്ടില്ലേ? അപ്പോൾ ഈ സ്റ്റാർ കയറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ പോയിന്റ് തന്നെയാണ്. എന്താ കാര്യം? ഇങ്ങനെ ഓരോരോ ജീവിതത്തിൽ, ഇപ്പോൾ കുടുംബത്തിൽ, ചിലപ്പോൾ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകാം. നമുക്ക് തകർച്ച ഉണ്ടായോ ഉയർച്ച ഉണ്ടായോ എന്നതല്ല പ്രശ്നം. ചിലപ്പോൾ പൊതുജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് കുടുംബത്തിൽ തകർച്ച ഉണ്ടാകും. തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ അതിനെ സമീപിക്കുന്നു. ലൂക്ക 10:26 വായിച്ചേ. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അതാണ് പ്രശ്നം. നിയമത്തിൽ എന്തെഴുതിയാലും നീ എങ്ങനെ അതിനെ സമീപിക്കുന്നു? നിനക്കത് എങ്ങനെയാണ് നീ അതിനെ അഭിമുഖീകരിക്കുന്നത്? നീ എങ്ങനെയാണ് അതിനെ കൈകാര്യം സമീപിക്കുന്നത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ഇപ്പം നമുക്ക് പൊതുജീവിതത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാകാം, കുടുംബത്തിൽ വിജയം ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാം, പൊതുജീവിതത്തിൽ വിജയം ഉണ്ടാകാം. പക്ഷേ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ എടുക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ആ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? എന്താണ് അത്? എന്തായാലും കർത്താവിനെ, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷവിഹിതമായ ഒരു സമീപനം എന്ന് പറയുന്നത്. നന്ദി യേശുവേ, സ്തോത്രം. ആദ്യം തന്നെ ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നോബൽ ടോമി. ഞാൻ കോട്ടയം ജില്ലയിൽ വിജയം രൂപതയുടെ സെൻറ്റ് ബോനിബോസ് ഇടവയിൽ നിന്ന് കാണക്കാരിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഏകദേശം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 11-ാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി. ഇപ്പം ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിക്ക് കാരണഭൂതനായ ഒരമ്മയും കുഞ്ഞും, എന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ബേക്കറി 4 വർഷമായ ഒരു ബേക്കറി നടത്തുകയായിരുന്നു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടോടു കൂടി ഈ മാർച്ചിൽ ആ ബേക്കറി എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. കടബാധ്യതയായിരുന്നു എനിക്ക് കാരണം. വളരെയധികം ദിവസം ഞാൻ ഈ
ലാസ്റ്റ് ദിവസം കട അടയ്ക്കുന്നതിന് മുന്നേ ഇരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാനിത് എന്ത് ചെയ്യും, കട അടയ്ക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പലവട്ടം ഞാൻ ചിന്തിച്ചിരുന്ന സമയത്താണ് എൻ്റെ കടയിലേക്ക് ഒരു അമ്മയും കുഞ്ഞും കയറി വരുന്നത്. എന്നോട് ചോദിച്ചു, എന്നാ ചേട്ടാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാധനങ്ങളൊന്നുമില്ല മേടിക്കാൻ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുമായി ഞാൻ തികച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ വന്ന യുവതി എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ 1 മാസത്തെ ശമ്പളം മേടിച്ചിട്ടാണ് ഞാൻ ഈ കടയിൽ ഇപ്പോൾ വന്നത്. ചേട്ടനറിയാവോ, ആലപ്പുഴയിലുള്ള കലവൂരിലുള്ള കൃപാസനത്തിൽ പോയിട്ടാണ് എനിക്കിന്ന് ഈ ശമ്പളം മേടിക്കാൻ സാധിച്ചതും ചേട്ടായുടെ കടയിൽ വരാനും സാധിച്ചതും. ചേട്ടായി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ചേട്ടായുടെ കടബാധ്യത മാറുകയും സന്തോഷത്തോടു കൂടി ചേട്ടയുടെ കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ആ മോൾ പറഞ്ഞു തന്ന കാര്യം അനുസരിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കാരിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ യുവതി എനിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇരുന്ന് ഒരാഴ്ച പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവിക അനുഗ്രഹം കിട്ടുകയുണ്ടായി. അങ്ങനെ ഞാൻ ഈ ദേവാലയത്തിൽ വരുവാൻ ഏകദേശം ഫെബ്രുവരി 11-ാം തീയതി ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരികയുണ്ടായി. വരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും കൂടിയാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത്. രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പോകുന്നതാണ്. ജപമാല ചൊല്ലി ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എനിക്ക് കയറാൻ പറ്റിയില്ല ഉടമ്പടി ക്ലാസ്സിൽ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ കാര്യങ്ങൾ നേടിത്തരണമേ, ഞാൻ അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ കയറി ഞാൻ എല്ലാ കാര്യങ്ങളും കടന്ന് ഞാൻ ഈ ഭാഗം വഴി ഇങ്ങനെ കറങ്ങി വന്ന് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാനായി നിന്നു. ഞാൻ നോക്കുമ്പോൾ പലവരുടെയും കയ്യിൽ ഈശോ വിളക്ക് കൊടുത്തു, മാതാവിനെ കൊടുത്തു, തിരി കൊടുത്തു, അങ്ങനെ പലവിധമായി. ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ ഈശോയെ. എന്നാൽ വേണ്ട. ഞാൻ നോക്കിയപ്പം എൻ്റെ മുന്നിലൊരു ചേട്ടനായിരുന്നു മാതാവിനെ പിടിച്ചുകൊണ്ട് നിന്നത്. ഞാൻ ആ ചേട്ടൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ലഭിച്ചില്ലെങ്കിലും ഞാൻ ഈ ചേട്ടനെ തൊട്ട് നിന്നോളാം. ഞാൻ അമ്മയെ തൊട്ട പോലെ തന്നെയാണ് ഞാനും തൊട്ടത്. ഒരു നിമിഷം ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിൽക്കുന്ന നിലത്ത് നിന്ന് പയ്യെ ഉയർന്ന പോലെയും സുഗന്ധ പരിമളം കൊണ്ട് എന്നെ തൊടുകയും ചെയ്തു. അപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ നിയോഗങ്ങളുടെ മേൽ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തിയല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിച്ചു. ആ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മാർച്ച് 15-ാം തീയതി എൻ്റെ കട ഞാൻ പൂട്ടി വീണ്ടും ഞാൻ ജോലിയില്ലാതെ ഭവനത്തിലിരുന്നു, ഉടമ്പടിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടൻ നമുക്ക് ജോലിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, നമ്മുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾ, കടബാധ്യത തീർക്കണം. അങ്ങനെ എൻ്റെ ഉള്ള വാഹനങ്ങൾ വിറ്റ് കട മുഴുവൻ ഞാൻ തീർത്തു. അങ്ങനെ മാർച്ച് 31 ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇസ്രയേലിൽ നിന്നൊരു വിളി വരണം. പക്ഷെ ആര് വിളിക്കും? ഒരു എംബസിയിലോ ഒരു ഏജൻസിയിലോ ഞാൻ പേര് ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 31-ാം തീയതി എനിക്കൊരു കോള് വരണം. അങ്ങനെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് 31-ാം തീയതി രാവിലെയായി, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി, 7:30 ആയപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു, ഒരു കോള് പോലും വന്നില്ലല്ലോ. നമ്മൾ ഡേറ്റ് എഴുതി ഇടുകയും ചെയ്ത്. പലവരും പറഞ്ഞു ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഡേറ്റ് എഴുതിയിട്ടിട്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ? അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 7:35 ആയപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകാനായി എനിക്ക് താല്പര്യമുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയാവോ? അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരികയും ഈ കോള് തരികയും അറ്റൻഡ് ചെയ്യുകയും ഞാൻ ചെയ്യുകയായിരുന്നു. അവിടെ തൊട്ട് എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം തുടങ്ങി. യാതൊരു പൈസയുമില്ല. 19 ലക്ഷം രൂപ അടുത്തോളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, എല്ലാം നടക്കും ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് ജൂണിൽ 2ാമത്തെ ഉടമ്പടിയിലോടുകൂടി ഞാൻ മുംബൈയിലേക്ക് പോയി, ക്ലാസ് കൂടി. 2ാമത്തെ ഉടമ്പടി ഇരിക്കെ ചെയ്യുകയെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പാലിച്ച എല്ലാ കാര്യങ്ങളും, പക്ഷേ 2ാമത്തെ ഉടമ്പടി എനിക്ക് സാധിച്ചില്ല. പലതും മുടങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയും സമയം തെറ്റിയായിരുന്നു 2ാമത്തെ ഉടമ്പടി. ആദ്യം കത്തിയ പോലെ 2ാമത്തെ ഉടമ്പടി എനിക്ക് കത്തിയില്ല. ഞാൻ 2ാമത്തെ ഉടമ്പടി പൂർത്തീകരണത്തോടു കൂടി ഞാൻ വീണ്ടും ഇവിടെ വന്നു. മൂന്നാമത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ആഗസ്റ്റ് 11-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ 3ാമത്തെ ഉടമ്പടിയിൽ ഇവിടെ ഇരിക്കുന്ന അസൈൻമെൻറ്റിൽ എനിക്ക് എത്ര മാർക്കാണോ അതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കൂട്ടിയാൽ കിട്ടണം അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി തിരിച്ചിറങ്ങി ഉടമ്പടി കൂടി. ഞാൻ തിരിച്ച് ഇവിടെ വന്ന് ഓരോ സാർമാരുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിനെ കണ്ടു. സിസ്റ്ററിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിങ്ങനെ ഇസ്രയേലിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കൊന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന. ഇതുവരെ എനിക്ക് ഇൻ്റർവ്യൂ വന്നില്ല. 1 മാസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വന്നതാണ്. ആരും വിളിച്ചില്ല. എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വന്നു. 1.5 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചില്ല. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞ്,
ഇത്രയും തിരക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് ഉടനെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, താഴേക്ക് ചെന്നിട്ട് അമ്മയുടെ മുൻപേ നിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നീട്ടിട്ട് പറഞ്ഞണം, ഏറ്റെടുക്കുക അമ്മയെന്ന് നീ ഉറച്ച് വിളിച്ച് പറഞ്ഞിട്ട് നീ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക, നിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് 11 ഞാനിവിടെ വന്ന് അമ്മയോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോയി വീണ്ടും പ്രാർത്ഥനയിലിരുന്നു. ഓഗസ്റ്റ് 11 കഴിഞ്ഞു, വീണ്ടും പ്രാർത്ഥനയിലിരുന്നു, പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തി. അങ്ങനെ ഓഗസ്റ്റ് 19 ഞാൻ രാവിലെ തൊട്ടിരുന്ന ഒരു പ്രതീക്ഷയുണ്ട്, വിളിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. 11 മണിയായപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്, റെഡിയായിരിക്കുക, വീഡിയോ കോൾ റെഡിയായിരിക്കുക. അങ്ങനെ വീഡിയോ കോളാണ് വന്നത്, ഫസ്റ്റ് കോൾ ഏജൻസിയുടെ, ഇസ്രായേലിൻ്റെ. പക്ഷേ എൻ്റെ ദൈവം അവിടെ എന്നെ തോൽപ്പിച്ച പോലെ ആയിപ്പോയി. അതിന് മുന്നേ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഈ കോള് വരുന്നൊന്നും കണ്ടില്ല. 2 പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് 10 മിനിറ്റ് മുന്നേ റെഡിയായിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും 12:30 വിളിച്ചു, 1:30 വിളിച്ചു. അങ്ങനെ സമയം മാറി വിളിച്ചു. ഞാൻ സുഖനിദ്രയിൽ കടന്നുറങ്ങി. പക്ഷേ ഞാൻ ഈ കോളുകളൊന്നും കണ്ടില്ല. വൈകുന്നേരം 6 മണിയായപ്പോൾ 5:45 സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കോൾ ഫോണിൽ കാണുന്നത്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കൂടെയുള്ളവരെ എല്ലാം ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ കോള് വന്നല്ലോ, നിനക്ക് വന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ വന്ന മെസ്സേജിലേക്ക് ഇങ്ങനെ ഇടുക, ഐ ആം സോറി, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാനിങ്ങനെ എഴുതിയിട്ടു. ഞാൻ വളരെ ഇതോടുകൂടി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് മാത്രം എന്ത് പറ്റി, ഞാൻ ഉറങ്ങിപ്പോയില്ല, ഇത്രയും ദിവസം ഞാൻ ഉണർന്നിരുന്നു, ആ സമയമായപ്പോൾ എന്നെ ഉറക്കിക്കളഞ്ഞുവല്ലോ. വീണ്ടും രാത്രിയോളം 10 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, കോള് വരും. ആ സമയം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം 20 ഞാൻ ഇതുപോലെ 11 മണി ആയപ്പോൾ ഞാൻ വീണ്ടും ഒരുങ്ങിയിരുന്നു. 12 മണിയായപ്പം ഡയറക്റ്റ് കോള് വിളിക്കുകയാണ്. പക്ഷേ ആ ഒരു കോള് ഏജൻസിയുടെ മാത്രമല്ലായിരുന്നു, എന്നെ തിരഞ്ഞെടുത്ത ഫാമിലിയും കൂടി ഗ്രൂപ്പ് കോളായിട്ടാണ് എന്നെ വിളിച്ചത്. തക്ക സമയത്ത് ഞാൻ ആ കോൾ എടുത്തു, അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രീതിയിലാണ്, എനിക്ക് ബേസിക് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല കൈ പിടിച്ചുകൊണ്ട് ഉപ്പ് വിതറി ആദ്യം തന്നെ ഞാൻ വീഡിയോയുടെ മുന്നിൽ ഇരുന്നോട് പ്രാർത്ഥിച്ചു. സ്വർഗാരോഹണ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയാണ്, എനിക്ക് യാതൊന്നും ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്നില്ല, ബേസിക് മാത്രമേ പറയും, എന്നെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിർത്തുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്ന് ഞാൻ വിശ്വാസപ്രമാണം ഉറച്ചു ചൊല്ലിയ സമയത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ റെഡിയാകുവാണ്, നീ റെഡി ആയിക്കൂ എന്ന് പറഞ്ഞു. ആ സമയം കൂടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ അവരെന്നോട് ചോദിച്ചു ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയാൻ പറ്റി. ഒരു 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ചോദ്യത്തിന് ഞാൻ സ്റ്റക്കായി പോയപ്പോൾ ഞാൻ ചിരിച്ചിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചിരിച്ചു തന്നെ ഇരുന്നു. ഭയപ്പെട്ട് എൻ്റെ കാലുകളെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഞാൻ എന്ത് മറുപടി പറയും? ചിരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇരുന്നു. എന്നോട് പറഞ്ഞു, പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വാ, 5 മിനിറ്റ് വീണ്ടും ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും വെള്ളം കുടിച്ച് ഞാൻ വന്നിരുന്നു. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. നിനക്ക് പേഷ്യൻ്റ് റെഡിയാണ്, നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു, നീ ജെനുവിനാണ്, നിനക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സമയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി എന്താണ് ഇവർ പറയുന്നത്? അങ്ങനെ കോൾ കട്ടായി പോവുകയാണ്. വീണ്ടും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് കോൾ ചെയ്യുന്ന വിളിച്ചിരിക്കുന്നു, നിങ്ങളെ വിളിച്ചിട്ട് എന്തായി? ഞങ്ങളാരും സെലക്ട് ആയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ ആഴ്ച കഴിഞ്ഞു. 26 ഓഗസ്റ്റ് 26 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ 6 പൊതി ചോറ് വെച്ച് ഞാൻ വീട്ടിൽ രാവിലെ അമ്മയോട് പറഞ്ഞു, നമുക്ക് കോട്ടയത്തുള്ള നഗരത്തിൽ നിർധനരായ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 6 പൊതി ചോറ് കൊണ്ട് കൊടുക്കാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എൻ്റെ ജന്മദിനമായിക്കൊണ്ട് ഞാൻ 6 പൊതി ചോറ് 6 നിയോഗങ്ങൾ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോട്ടയം നഗരം വഴി നടന്നു. നിർധനരായ 6 പേരെ കണ്ടെത്തി ഞാൻ അവർക്ക് കൊടുത്തു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകണമേ. വിളിച്ച ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചയാകുകയാണ്. അങ്ങനെ വൈകുന്നേരം 7:30 കഴിഞ്ഞ് 8 കൂടിയായപ്പം എന്നെ വിളിക്കുന്നു. എൻ്റെ വിസായും എൻ്റെ മദാഷായും എൻ്റെ ജോബ് ഓർഡറും റെഡിയായി, നീ എത്രയും വേഗം ഇവിടുന്ന് കയറിപ്പോരുക എന്ന്. അങ്ങനെ ഞാൻ യേശുവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം നടന്നാലും ഇനിയും എനിക്ക് വേണം 19 ലക്ഷം രൂപ വേണം എനിക്ക് പോകാൻ. പക്ഷേ പൈസയും റെഡിയായില്ല, കയറി പോകാനും പറയുന്നു. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വൈകിട്ട് 10 മണിയോടുകൂടി ഞാനും എൻ്റെ അമ്മയും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ കാശ് രൂപം നീട്ടി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, ഈ 19 ലക്ഷം രൂപയിൽ ഞാൻ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കും അവർക്ക്? എനിക്ക് സമയത്തിന് കയറിപ്പോവുകയും ചെയ്യണമല്ലോ, എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചു. ആ രാവിലെ 5 മണി വരെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാം എൻ്റെ അമ്മ കേട്ടു. അങ്ങനെ
കഴിഞ്ഞ ഞായറായി, തിങ്കളായി, ചൊവ്വാഴ്ചയായി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, നിൻ്റെ കാര്യം നടത്തിക്കൊള്ളാം, നീ നേരെ കയറിപ്പൊക്കോളുക, പൈസ ഞാൻ തന്നോളാം. അങ്ങനെ ഞാൻ ഈ വരുന്ന ബുധനാഴ്ച ഞാൻ കയറിപ്പോവുകയാണ്. ഇസ്രയേൽ എന്ന ദേശത്ത് ടെല്ലവീവ് എന്ന സ്ഥലത്ത് പെറ്റ്വാറ്റിക്കോ എന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ വഴിയായി ഈ കിട്ടിയ എനിക്ക് അനുഗ്രഹത്തിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. ഈ ദേശത്ത് വന്നതുകൊണ്ട് കണ്ണീരോടുകൂടി ഞാൻ വന്നു. സന്തോഷത്തോടെ ഞാൻ ഈ അൽത്താരയിൽ നിൽക്കുന്നു. 1000 നന്ദി അമ്മയ്ക്കും പരിശുദ്ധ ദൈവകുമാരനും. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് പറയും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റും. ദൈവത്തിൻ്റെ അതിമനോഹരമായ വാഗ്ദാനമാണ് നാം ഏശയ്യാ പ്രവാചകനിലൂടെ കേട്ടത്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നാണ് ഓരോ തിരുവചനവും നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഉടമ്പടിയിലൂടെ നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ എന്തുമാത്രം ദൈവം വിശ്വസ്തനാണ്, എന്നാൽ നമ്മുടെ വാഗ്ദാനങ്ങളിൽ, ആ ഉടമ്പടിയിൽ നമ്മുടെ വാഗ്ദാനങ്ങളിൽ നാം എന്തുമാത്രം വിശ്വസ്തരാണെന്നാണ് നാം ചിന്തിച്ചു നോക്കേണ്ട, മാറ്റുരച്ച് നോക്കേണ്ട ഒരു പോയിൻ്റ്. നോബിൾ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ പ്രത്യാശയോടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല സുഗന്ധം നൽകി പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സുഗന്ധാഭിഷേകത്തിലൂടെ നമുക്ക് തീർച്ചയായും പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം മാർച്ച് 31 ഒരു ഡേറ്റ് ഇട്ട് വൈകിട്ട് വരെ രാവിലെ മുതൽ ആ ഡേറ്റിന് വേണ്ടി ഈശോയെ കാത്തിരുന്നു എന്നാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മ ഈശോയോട് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് മുൻപ് തന്നെ ഈശോ നമ്മെ വിളിച്ചിരിക്കുമെന്നുള്ളതാണ് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഉറപ്പ്, വിശ്വസ്തത. പരിശുദ്ധ അമ്മയുടെ ആ കോൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഇസ്രായേലിലേക്ക് പോകാനുള്ള ആ വിളി അദ്ദേഹത്തിന് ലഭിച്ചു. അതിനെ തുടർന്നും ഉണ്ടായ പരീക്ഷണങ്ങളും പരീക്ഷാ സമയങ്ങളും എല്ലാം തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗമാണ് അദ്ദേഹം നൽകിയ വേറൊരു സാക്ഷ്യ സ്ഥിരീകരണം. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ഉടമ്പടി വസ്തുക്കൾ അവിടെയെല്ലാം വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ധൈര്യം ലഭിക്കാനായി ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടിനിരുത്തി. അവർ പറയുന്നത് പലതിനും ഞാൻ വളരെ സ്റ്റക്കായി പോയി, എനിക്ക് ഉത്തരമില്ലാതെ പോയി. ഞാൻ വളരെ പുഞ്ചിരിയോടെ അതിനെല്ലാം നേരിട്ടു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഒരു ധൈര്യം, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്തിനേയും നമ്മുടെ ഭാരപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് നമുക്ക് ലഘൂകരിക്കുവാനുള്ള കൃപ നൽകുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ ഉടമ്പടി വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യാൻ ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയതുകൊണ്ട് മാത്രം അത് ആക്ടിവേറ്റ് ആകുന്നില്ല. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മുടെ ആ ഉടമ്പടി വസ്തുക്കളുടെ ആ പ്രയോഗം. അത് എല്ലായിടത്തും എപ്പോഴും പ്രായോഗികമാണ്. ആ പദ്ധതി വളരെ നന്നായി തന്നെ പരിശുദ്ധ അമ്മ 2004 നമുക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, 6 നിയോഗങ്ങളുടെ മേൽ ഞാൻ 6 പൊതി ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ ഓരോ കൊച്ചു കാര്യത്തിലും നമ്മുടെ നിയോഗങ്ങളെയും മറ്റുള്ളവരുടെ നിയോഗങ്ങളെയും നാം കണ്ടുമുട്ടുന്നവരെയും നാം സമീപിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ഒരു ആസ്തി അവിടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ലഭിക്കുകയാണ്. ഈശോ നമ്മെ ക്ഷണിക്കുന്നത് നിത്യതയിലേക്കാണ്. നമുക്കൊരു ജോലി കിട്ടുന്നതോ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതോ അല്ല. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നത് നമ്മുടെ നിത്യതയോളം അവിടെ എത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. നമ്മെ എപ്പോഴും നിത്യതയോളം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ കൈപിടിച്ചുകൊണ്ട് നമ്മെ വഴി നടത്തും. ഈ ഒരു നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു